നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ചെടിയിൽ 10,000-ലേറെ വിത്ത്. കുറുന്തോട്ടി കൃഷി എളുപ്പം. കിലോയ്ക്ക് 120 രൂപ വരെ വില. കുറുന്തോട്ടിക്കും വാദമോ എന്ന പഴഞ്ചൊല്ലിൽ തന്നെ കുറുന്തോട്ടിയുടെ വാതരോഗ ശമന സ്വഭാവം വെളിവാകുന്നുണ്ട്. വാതഹര ഔഷധങ്ങളുടെ ഗണത്തിൽപ്പെടുത്തിയിരിക്കുന്ന കുറുന്തോട്ടി ആയുർവേദ ചികിത്സകളിലെയും ഔഷധയോഗങ്ങളിലെയും ഒരു പ്രധാന ഘടകമാണ്. സിഡ കോർഡിഫോളിയ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന കുറുന്തോട്ടി മാൽവേസി എന്ന സസ്യകുടുംബത്തിൽപ്പെടുന്നു. ബല, വാട്യാല, മഹാസമങ്ക എന്നീ പേരുകളിൽ ആയുർവേദത്തിൽ ഇതിനെ പരാമർശിക്കുന്നു. കുറുന്തോട്ടി സമൂലമായി ഔഷധയോഗ്യമാണ്. ഇതിന് ധാതുപുഷ്ടിയും ലൈംഗിക ശേഷിയും വർദ്ധിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഗർഭിണികളിൽ സുഖപ്രസവത്തിനും പലതര വാതരോഗങ്ങളെയും വേദനകളെയും ശമിപ്പിക്കാനും കഴിവുണ്ട്. നാഡീ സംബന്ധമായ അസുഖങ്ങൾ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, മൂത്രാശയ സംബന്ധമായ അസുഖങ്ങൾ എന്നിവ ശമിപ്പിക്കാനും കുറുന്തോട്ടിക്ക് കഴിവുണ്ട്. കുറുന്തോട്ടി ചേരുവയായിട്ടല്ലാത്ത വാതരോഗ ശമനമായ ഔഷധയോഗങ്ങൾ വളരെ വിരളമാണ്. ക്ഷീരബല, ധന്യന്തരം തൈലം, മഹാരാസ്നാദി കഷായം, രാസ്നേരാണ്ടാദി കഷായം, ബലാരിഷ്ടം, അഷ്ടവർഗം കഷായം, നയോപായം കഷായം ഇവ കുറുന്തോട്ടി ചേരുവയായുള്ള ചില ഔഷധയോഗങ്ങളാണ്. ഇതിൻ്റെ രാസഘടകങ്ങളിൽ എഫ്രിഡിൻ, സ്യൂഡോ എഫ്രിഡിൻ, ഫാറ്റി ആസിഡുകൾ, സ്റ്റിറോയിഡ്, ഫ്ലവനോയിഡ് കൂടാതെ സാബോനിൻ, മ്യൂസിൻ, പൊട്ടാസ്യം നൈട്രേറ്റ്, സ്റ്റെർക്കുലിക് ആസിഡ്, മാൽവാലിക് ആസിഡ്, കൊറോനാറിക് ആസിഡ് ഇവ ഉൾപ്പെടുന്നു. കേരളത്തിലുടനീളം ഈ ചെടി കണ്ടുവരുന്നു. 1.5 മീറ്റർ ഉയരം വരെ വളരുന്ന ഒരു ഏകവർഷി കുറ്റിച്ചെടിയാണിത്. ചെടിയിലുടനീളം രോമങ്ങൾ ഉണ്ടാകും. ഇലകൾ ഞെരടിയാൽ വഴുവഴുപ്പുണ്ടാകും. മഞ്ഞ നിറത്തിലുള്ള ഒറ്റയായ പൂക്കൾ ചെടിയിലുടനീളം കാണപ്പെടുന്നു. എല്ലാവിധ ഭൂപ്രദേശങ്ങളിലും എളുപ്പത്തിൽ വളരുന്ന കുറുന്തോട്ടി വളരെ വേഗം പടർന്നു വളരും. എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ വിത്ത് വഴിയും തണ്ട് മുറിച്ച് നട്ടും പ്രജനനം നടത്താം. ഒരു ചെടിയിൽ നിന്നും ഏകദേശം 11,600 വരെ വിത്തുകൾ ഉണ്ടാക്കാം. 24 മണിക്കൂർ കുതിർത്ത് വച്ച ശേഷം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പോളി ബാഗുകളിൽ വിത്തുകൾ നടാം. 7 മുതൽ 14 ദിവസം പ്രായമായ തൈകൾ കൃഷിയിടങ്ങളിൽ നടാം. തണ്ട് മുറിച്ച് നടുകയാണെങ്കിൽ 15 മുതൽ 20 സെൻറ്റിമീറ്റർ നീളവും 3-4 നോഡുകളുടെ തണ്ടുകൾ പോളി ബാഗുകളിൽ നട്ട് 20 മുതൽ 30 ദിവസത്തിനു ശേഷം മാറ്റി കുഴിച്ചിടാം. നന്നായി ഉഴുതുമറിച്ച നിലത്തിൽ 75 മുതൽ 85 സെൻറ്റിമീറ്റർ അകലത്തിൽ നട്ടുപിടിപ്പിക്കാം. ജൈവവളവും ഇട്ടുകൊടുക്കാം. മഴക്കാലത്ത് നനയുടെ ആവശ്യമില്ല. വേനൽക്കാലത്ത് ആഴ്ചയിൽ 2 തവണ നനയ്ക്കാം. 5-6 മാസം കൊണ്ട് ചെടികൾ നന്നായി പച്ച പിടിക്കും. നല്ല വെയിൽ ലഭിക്കുകയാണെങ്കിൽ നട്ട് 8 മാസത്തിന് ശേഷം വിളവെടുക്കാം. വേരടക്കം പുഴുതെടുത്ത് കഴുകി ഉണക്കി വിപണിയിലെത്തിക്കാം. കിലോയ്ക്ക് 90 രൂപ മുതൽ 120 രൂപ വരെ വിപണിയിൽ വില ലഭിക്കാറുണ്ട്. അപ്പോൾ ഈ കൃഷിയിലൂടെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.